ഏത് കാര്യം പറഞ്ഞാലും പുരുഷന്മാർക്ക് വലതു കൈ കൊണ്ടും സ്ത്രീകൾക്ക് ഇടത് കൈ കൊണ്ടും ചിന്തിച്ചുകൊള്ളണം കേട്ടോ. അപ്പോൾ ഞാനിപ്പം ഈ കൈ വരച്ച് കാണിക്കുന്നതേ ഉള്ളൂ. പുരുഷന്മാർക്ക് എപ്പോഴും വലതു കൈ കൊണ്ടും സ്ത്രീകൾക്ക് ഇടത് കൈ കൊണ്ടും ചിന്തിച്ചുകൊള്ളണം. അപ്പോൾ ഇത് കണ്ടോ, ഇത് ബുദ്ധിരേഖയാണ്, മനസ്സിലാകാൻ വേണ്ടി വരച്ചിരിക്കുന്നേ ഉള്ളൂ. ഇത് കണ്ടോ, ഇത് ആയുർ രേഖയാണ്. ഈ ആയുർ രേഖ കണ്ടോ, ചെറിയ വളവുകൾ കണ്ടോ. ഒരു രേഖ ഇത്രയും വളവോടുകൂടി സാധാരണ രീതിയിൽ കാണത്തില്ല. ഇത് ഞാൻ വരച്ചപ്പം എനിക്ക് അല്പം തെറ്റിപ്പോയതാണ്. എങ്കിലും ഈ ആയുർ രേഖയിൽ ചെറിയ രീതിയിൽ വളവുകൾ ഉണ്ടെങ്കിൽ പോലും ഞാൻ ഈ പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. ഇത്രയും വളവായിട്ട് ഒരിക്കലും കാണത്തില്ല കേട്ടോ. ഇതിപ്പം വരച്ചപ്പം എനിക്ക് കൈ വരച്ചപ്പം വല്ലാതായി പോയതാണ്. അത് സദയം ക്ഷമിക്കുക. ഇങ്ങനെ വളവ് ചെറിയ രീതിയിലെങ്കിലും വളവുണ്ടെങ്കിൽ, മനസ്സിലായില്ലേ, ചെറിയ വളവെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയും പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. എന്താണ്? ജീവിതത്തിൻ്റെ താളം തെറ്റാണ്. ജീവിതത്തിൻ്റെ താളം, എല്ലാത്തിനും ഒരു താളമുണ്ടല്ലേ. ജീവിതത്തിൻ്റെ ബാലൻസ് തെറ്റാണ്. ജീവിതം പെട്ടെന്ന് ഒരു അധപ്പതനത്തിലേക്ക് പോകാം. നല്ല രീതിയിൽ പോകുന്ന കുടുംബങ്ങൾ പെട്ടെന്നൊരു തകർച്ചയിലേക്ക് പോകാം ഈ രേഖ ഉള്ള ആളുടെ. അത് അയാളുടെ ഏജിൻ്റെ, ഈ വളവ് വരുന്ന ഏജ് അനുസരിച്ച് സംഭവിക്കാം. ഇപ്പം എന്താ, ഇവിടെ ആണെങ്കിൽ ഒരു 34, 35 അറൗണ്ട് ഇങ്ങനെ വരും. ഇവിടെ ആണെങ്കിൽ 49, അങ്ങനെ ഒരു അറൗണ്ട് ആ ഒരു ടൈമിങ്ങിലായിരിക്കും അത് സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു എളുപ്പ വഴി വേണേൽ പറഞ്ഞു തരാം, ഒരു ഏജ് മനസ്സിലാക്കാൻ വേണ്ടി. ഇത് മൊത്തം 80 വയസ്സെന്ന് എടുക്കുക. 80, 80 വയസ്സ്, 80. അതിൻ്റെ പകുതി എത്ര വരും? 40. അതിൻ്റെ പകുതി, അങ്ങനെ ബുദ്ധിയുള്ളൊരു കണക്ക് കൂട്ടിക്കോ. പെട്ടെന്നൊരു വഴി പറഞ്ഞു തന്നാൽ ഏജ് കണക്കാക്കാം. അപ്പോൾ അതുകൊണ്ട് 80 വയസ്സ് മാത്രമേ ആളുകൾ ജീവിച്ചിരിക്കത്തുള്ളൂ. 80 വയസ്സ് ഒരു ശരാശരി എടുത്താൽ മതി. കാരണം ഒരു വ്യക്തി ബുദ്ധിശക്തിയോടെ ഓർമ്മയോടെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടമാണ് 80 വയസ്സ് ശരാശരി. അത് കഴിഞ്ഞ് ജീവിച്ചാലും സാധാരണഗതിയിൽ നമുക്കൊരു ഓർമ്മയില്ലാത്തൊരു കാലഘട്ടമൊക്കെ ആകുമ്പോൾ അതിന് വലിയ പ്രസക്തമല്ല. അതുകൊണ്ടാണ് 80 വയസ്സ് എന്നൊരു ആവറേജ് വയസ്സ് കണക്ക് കൂട്ടുന്നത്. അത് ഏകദേശം ശരിയായിരിക്കും, കൃത്യമായിരിക്കും മിക്കവാറും. അങ്ങനെ മനസ്സിലാക്കുക. അപ്പം ഇങ്ങനെ ആയുർരേഖയിൽ ചെറിയ വളവുകൾ, അല്ലെങ്കിൽ ഒരു വളവാണെങ്കിലും ചെറിയ ഒരു വളവുണ്ടാകുന്ന ആ ഒരു ടൈം, ആ വളവിൻ്റെ ആ ഒരു ടൈം ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് ജീവിതം ഒരു അധപ്പതനത്തിലേക്ക്, സാമ്പത്തിക നഷ്ടത്തിലേക്ക്, പ്രതിസന്ധികളിലേക്ക്, ഇപ്പം നിങ്ങളെ സുഹൃത്തുക്കളായിക്കോട്ടെ, കൂട്ടുകാരായിക്കോട്ടെ, എല്ലാം നിങ്ങളെ സഹായിക്കാൻ പറ്റാത്തൊരു സമയം, സാമ്പത്തികമായിട്ട് കുത്തുന്ന ഒരു സമയം, ജീവിതം ഒരു അധപ്പതനത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു സമയം അത് സംഭവിക്കാം. അതിനെന്തു ചെയ്യണം? അതിനുള്ള കാര്യം പറഞ്ഞു തരുന്നത്. ഒരു അധപ്പതനം ഉണ്ടാകത്തില്ല, അതിനുള്ള കാര്യം പറഞ്ഞു തരുന്നത്. കാരണം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് 20 ലക്ഷത്തിന് മേൽ വരെ കടവുള്ള ആളുകൾ, ഞാൻ നാളെ വീഡിയോ പറഞ്ഞതാണ്, മുഴുവൻ കടം വീടി എന്നും പറഞ്ഞ് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ഇതുപോലെ പറയുന്ന കാര്യങ്ങൾ ചെയ്തതാണ്. ശരിയായിട്ട് ചെയ്തവർ, മനസ്സിലാക്കി ചെയ്തവർ, പറഞ്ഞ രീതിയിൽ ചെയ്തവർക്ക്. അല്ലാതെ ചുമ്മാ കേട്ടോ ചെയ്തുകൊണ്ടൊന്നും കാര്യമില്ല കേട്ടോ, സമയം കളയുന്ന പോകും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റും. ഞാൻ ഇതുപോലെ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ് ജീവിതങ്ങൾ മാറ്റി. ലളിതമായ കാര്യങ്ങൾ ഞാൻ പറയത്തുള്ളൂ, പക്ഷേ അതത് ചെയ്യാവുന്ന. ശനിയാഴ്ച രാവിലെ ശിവന് പാൽപ്പായസം, ജലധാര, കരിക്കഭിഷേകം, ഭഗവാൻ ഒരു നെയ്വിളക്ക് പ്രത്യേകമായിട്ട് തെളിയിച്ച് സാമ്പത്തികം പ്രാർത്ഥിക്കുക. ശനിയാഴ്ച വൈകിട്ടും ഭഗവാന് ഒരു മൃത്യുഞ്ജയാർച്ചന ചെയ്യുന്നിടത്ത്, ചില ക്ഷേത്രത്തിൽ ചില വൈകിട്ട് ചെയ്യാറില്ല, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ മൃത്യുഞ്ജയാർച്ചന കൊടുക്കുക. വൈകിട്ട് ഒരു ശംഖാഭിഷേകം, ഒരു ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, ഒരു നെയ്വിളക്ക് ശനിയാഴ്ചകൾ ആവർത്തിക്കുക. ഭദ്രകാളിക്ക് വെള്ളിയാഴ്ച കടുംബായുസം, ചെമ്പരത്തിമാല, ചുമന്ന പൂക്കൾ കൊണ്ടും വെള്ളപ്പൂക്കൾ കൊണ്ടും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്യുക. കുളമുള്ള ക്ഷേത്രമാണ്, അവിടെ മലർ കൊണ്ട് മീനൂട്ട് നടത്തുക, രാവിലെ ചെയ്യണം. ഇത് വെള്ളിയാഴ്ചകൾ ആവർത്തിക്കുക. മലയാള മാസം ആദ്യ വെള്ളിയാഴ്ച ഭദ്രകാളി അമ്മയ്ക്ക് രാവിലെ ഒരു ഗണപതി ഹോമം ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത മന്ത്രം ജപിച്ച് നാളും പേരും പറഞ്ഞ് പാൽപ്പായസം ഗണപതി ഹോമത്തിൽ ഹോമിക്കണം. തിരുമേനിമാരോട് പറഞ്ഞ് അവർക്കറിയാം, തലോസ പറഞ്ഞ് ഏർപ്പാടാക്കിയാൽ മതി. വൈകുന്ന പാട് ഭദ്രകാളി അമ്മയ്ക്ക് ഒരു കടുംപായസം. ഇത് മലയാള മാസം ആദ്യ വെള്ളിയാഴ്ച ചെയ്യുക. പിന്നെ മലയാള മാസം ആദ്യ വെള്ളിയാഴ്ച രാവിലെ, സാധാ വെള്ളിയാഴ്ച ചെയ്യാൻ പറഞ്ഞ കാര്യം ഇത് ആവർത്തിക്കുക. നിങ്ങളുടെ കുടുംബദേവതാ ക്ഷേത്രം അറിയാമെങ്കിൽ അവിടെ പോയി ഒരു ഓട്ടുവിളക്ക് മേടിച്ച് 5 തിരിയിട്ട് നെയ്യൊഴിച്ച്
കടയിൽ നിന്ന് മേടിക്കുന്ന ഓട്ടുവിളക്കാണ് ഉദ്ദേശിക്കുന്നത്. ക്ഷേത്രത്തിൽ കിട്ടുന്ന 15-20 രൂപയുടെ നെയ്വിളക്കല്ല, കടയിൽ നിന്ന് ഒരു ഓട്ടുവിളക്ക് മേടിച്ച് 5 തിരിയിട്ട് നെയ്യ് ഒഴിച്ച് കത്തിച്ച് എന്നെ എൻ്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തണേ, എനിക്കൊരു ജീവിതമാർഗം നൽകണേ, അന്നന്നത്തേക്ക് ജീവിക്കാനുള്ള ധനവും സമ്പത്തും നൽകണേ എന്ന് പ്രാർത്ഥിച്ച് നടക്കി വെക്കുക. എന്നിട്ട് എണ്ണ, മാല, അർച്ചന, ഇഷ്ടനിവേദ്യം ഒക്കെ സമർപ്പിക്കുക. അവിടെ ഏത് ദേവതയാണേലും 90% ഭദ്രകാളി ആയിരിക്കും മിക്കവാറും കുടുംബദേവത. അപ്പം ഇത് ഏത് ദേവത ആയിക്കോട്ടെ, ആ ദേവതയുടെ ഭദ്രകാളിയാണ് കടുംബായുസം, ആ ദേവതയുടെ ഇഷ്ടനിവേദ്യം എണ്ണ, മാല, അർച്ചന സമർപ്പിക്കുക. ഇനി ഭദ്രകാളി ആണെങ്കിൽ അല്ലെ ഭദ്രകാളി അവിടെ ഉണ്ടെങ്കിൽ ഒരു ചുവന്ന പട്ടും 10 രൂപയുടെ എള്ളെണ്ണയും കൂടെ കൈയും കാലും മുഖവും നനച്ചിട്ട് ഇടതുകാലം മുന്നോട്ട് വെച്ച് ഇടത് കൈ പിടിച്ച് എനിക്ക് സാമ്പത്തികം നൽകണേ, എന്നെ രക്ഷപ്പെടുത്തണേ, എനിക്ക് അന്നത്തേക്ക് ജീവിക്കാനുള്ള സമ്പത്തികം നൽകണേ, അങ്ങനെ പറഞ്ഞാൽ മതി. നടക്കി വെക്കുക. പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. പിന്നെ ചിന്തിച്ചാൽ അതുകൊണ്ടൊരു കാര്യമില്ല. കാരണം നമ്മൾ പിന്നെ ചിന്തിക്കുന്നത് സംശയമുള്ളതുകൊണ്ടാണ്. അമ്മയെ രക്ഷപ്പെടുത്തണമെന്ന് അമ്മയ്ക്ക് രക്ഷപ്പെടുത്താൻ നിങ്ങൾക്ക് ശക്തിയുണ്ട് എന്ന അമ്മയിൽ നിങ്ങൾ വിശ്വസിച്ചാൽ അമ്മ രക്ഷപ്പെടുത്തിയിരിക്കും. നിങ്ങൾ അമ്മയെ സംശയിച്ചാൽ നിങ്ങൾ സംശയിച്ചോട്ടെ എന്ന് അമ്മ വിചാരിക്കും, അത് ഫലമാകത്തില്ല. അപ്പം വിശ്വസിച്ച് ഒരു വഴിപാട് വെച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ചിന്തിക്കരുത് എന്താണെങ്കിലും. ഇത് മലയാള മാസ ആദ്യത്തെ ചൊവ്വാഴ്ച നിങ്ങളുടെ കുടുംബദേവതാ ക്ഷേത്രത്തിൽ പോയി ചെയ്യുക. അതിന് തൊട്ട് മുമ്പ് വരുന്ന ഒരു ശനിയാഴ്ച ഒരു ഓട്ടുവിളക്ക് മേടിച്ച് കടയിൽ നിന്നുള്ള ഓട്ടുവിളക്ക് ഉദ്ദേശിക്കുന്നത് 5 തിരിയിട്ട് നെയ്യ് ഒഴിച്ച് ശിവക്ഷേത്രത്തിൽ വൈകുന്നപാട് ഇതുപോലെ തന്നെ പ്രാർത്ഥിച്ച് എനിക്ക് സാമ്പത്തികം നൽകണം, എനിക്ക് ജീവിതമാർഗ്ഗം നൽകണം, എന്നെ രക്ഷപ്പെടുത്തണമെന്നും പറഞ്ഞ് നടക്കി വെക്കുക. പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. ഇത് ഒരു പ്രാവശ്യം ചെയ്താൽ മതി. ശിവക്ഷേത്രത്തിൽ വൈകുന്നപാട് ഓട്ടുവിളക്ക് മേടിച്ച് ചെയ്യുന്നത്, പിന്നെ കുടുംബദേവതാ ക്ഷേത്രത്തിൽ ഓട്ടുവിളക്ക് മേടിച്ച് ചെയ്യുന്ന ഒരു പ്രാവശ്യം മതി. പിന്നെ മാസത്തിൽ ആദ്യ ചൊവ്വാഴ്ച വീതം അവിടെ എണ്ണ, മാല, അർച്ചന, ഇഷ്ടനിവേദ്യം കുടുംബക്ഷേത്രത്തിൽ ആവർത്തിക്കണം. ഇനി കുടുംബക്ഷേത്രം അറിയത്തില്ലെങ്കിൽ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ കറുത്തവാവിൻ്റെ ഇത് ചെയ്യണം. ഒരു തകർച്ച ഉണ്ടാകത്തില്ല. വിശ്വാസത്തോടെ ചെയ്താൽ സാധിക്കുന്ന പോലെ ആവർത്തിക്കണം. അത്രയേ ഉള്ളൂ കാര്യം, വേറെ കാര്യമൊന്നുമില്ല. അറിയേണ്ടത് അറിയുക, ചെയ്യേണ്ട പോലെ ചെയ്യുക, വിശ്വസിച്ച് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇത് ഞാൻ ഇതുപോലെ നാവുകൊണ്ട് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ്. ഇന്നലെ ഒരു മെസ്സേജ് കണ്ടു, ഈ മുളകിൻ്റെ അരി കൊണ്ടൊരു വിദ്യ ഞാൻ പറഞ്ഞു കൊടുത്തായിരുന്നു. അപ്പോൾ അവർ ജീവിതത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടായി, ഒരുപാട് മാറ്റം. ആത്മഹത്യയുടെ വക്കിലായിരുന്നു ജീവിതം, ഒരുപാട് മാറ്റം ഉണ്ടായി, ആരും സഹായിക്കണമില്ലായിരുന്നു. അപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. അതുകൊണ്ടാണ് ഞാനത് എൻ്റെ ഹൃദയത്തെ തട്ടിക്കൊണ്ട് ഞാൻ പറയുന്നത്. അപ്പോൾ അവരുടെ ജീവിതം അതുപോലെ മാറി. ഇപ്പം അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതിയൊക്കെ ആയി എന്ന് പറഞ്ഞ് ഞാൻ പറയാതെ എന്നോട് ചോദിക്കാതെ തന്നെ ഒരു ചെറിയ ദക്ഷിണ എനിക്ക് വന്നു. ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ വേണ്ട എന്ന് പറയത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ചോദിക്കാതെ തന്നെ പിന്നെ സ്വീകരിക്കണമെന്ന് പറഞ്ഞു. എനിക്കത് സന്തോഷം. കാരണം അവർ രക്ഷപ്പെട്ടല്ലോ എന്ന് ഓർത്തില്ല എനിക്ക് സന്തോഷം. ഞാൻ പറഞ്ഞ് സ്വീകരിച്ചു. എന്തായാലും മുളകിൻ്റെ അരി കൊണ്ടുള്ളൊരു വിദ്യ പറഞ്ഞു കൊടുത്താൽ ഞാൻ ഈ നാവുകൊണ്ട് തന്നെ പറഞ്ഞു. ഇങ്ങനെ ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും ഇനിയും പറയാൻ പോകുന്നത്, ഏത് മാസത്തിൽ ഏത് നക്ഷത്രത്തിൽ ജനിച്ചാലും ഈ പറയുന്ന മാസങ്ങളിൽ ആണ് നിങ്ങൾ ജനിക്കുന്നതെങ്കിൽ, നക്ഷത്രം ഏതും ആയിക്കോട്ടെ, ഈ പറയുന്ന മാസങ്ങളിലാണ് നിങ്ങൾ ജനിക്കുന്നതെങ്കിൽ, ഏത് മാസമാണ്? ധനു, മകരം, കുംഭം, മീനം, ഈ 4 മാസം ഇനി എടുക്കുക. ഈ 4 മാസത്തിലാണ്, ഈ 4 മാസങ്ങളിൽ ഏതെങ്കിലും ഒന്നിലാണ് നിങ്ങൾ ജനിക്കുന്നതെങ്കിൽ ചില രഹസ്യ കാര്യങ്ങളുണ്ട്. അത് ചെയ്താൽ ജീവിതത്തിൽ വലിയ മാറ്റം വരും. ധനുവിലാണ് നിങ്ങൾ ജനിക്കുന്നതെങ്കിൽ, അല്ലെ മകരത്തിലാണ് നിങ്ങൾ ജനിക്കുന്നതെങ്കിൽ, അല്ലെ കുംഭത്തിലാണ് നിങ്ങൾ ജനിക്കുന്നതെങ്കിൽ, അല്ലെ മീനത്തിലാണ് നിങ്ങൾ ജനിക്കുന്നതെങ്കിൽ കണ്ണു അടച്ചുകൊണ്ട് പറയാൻ പറ്റും. എന്ത് പറയാൻ പറ്റും? ഒരു കാര്യം ചെയ്താൽ നിങ്ങളുടെ ജീവിതം മാറും. കാരണം അത് ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും ദുരിതത്തിൽ കഴിഞ്ഞവർ. ഭദ്രകാളിക്ക് ശിവനും ചില കാര്യങ്ങൾ ചെയ്ത, അത് എന്തുവാ ചില കാര്യങ്ങൾ? ഭദ്രകാളി, നിങ്ങൾ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും 2 ക്ഷേത്രങ്ങളിൽ നിങ്ങൾ ഒരുപോലെ പോകണം. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതി വഴിപാടുകൾ ചെയ്യണം. അവിടത്തേക്ക് സേവനം ചെയ്യണം. അവിടെ ഇപ്പോൾ വൃത്തിയാക്കുക, അല്ലെ പിരിവിന് പോവുക, അവിടെ രസീത് എഴുതാനിരിക്കുക, ഹെൽപ്പ് ചെയ്യുക. നിങ്ങളെക്കൊണ്ടാകുന്ന രീതിയിൽ അവിടത്തേക്ക് കയ്യും മെയ്യും മറന്ന് സേവനം ചെയ്യണം. എഴുതി വെച്ചു. ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. ജീവിതം ഒരിക്കലും പുറകോട്ട് നോക്കേണ്ട ആവശ്യം വരത്തില്ല. കാരണം എന്തുകൊണ്ടാണെന്നറിയോ? ഈ ധനു, മകരം, കുംഭം, മീനം ഈ മാസങ്ങളിൽ ജനിക്കുമ്പം, ഈ മാസങ്ങളിൽ ഇപ്പം ധനുവ് ജനിക്കുന്നപ്പോൾ ധനുവിലായിരിക്കുമല്ലോ സൂര്യൻ ഈ രാശികളിൽ വന്നു കഴിഞ്ഞാൽ, അതായത് ആ മാസത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഈ ദേവതകളുടെ അനുഗ്രഹം ഉണ്ടായാൽ വലിയ ഭയങ്കരമായ, ഞാൻ ഈ ഒരുപാട് ദുരിതത്തിൽപ്പെട്ട് ഇതുപോലെ ക്ഷേത്രവുമായി അങ്ങനെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ച അവരുടെ ഒരുപാട് ആപത്തുകളെ ഈ ദേവത തടുത്തായിട്ട് എനിക്കറിയാം.
ഈ ദേവത ശിവനും ഭദ്രകാളിയും എന്ത് ആപത്തുകളെയും തടുക്കും. മാത്രമല്ല ഇവർ ഏറ്റവും വലിയ ബിസിനസ്സുകാരുമായിട്ടുണ്ട്. അല്ലെ ഏറ്റവും വലിയ തൊഴിൽ, ഏത് തൊഴിൽ ചെയ്താലും അതിൽ ഏറ്റവും വലിയ സമ്പത്തും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഭദ്രകാളിയെ ശിവനെ മറക്കരുത്. സാധ്യമെങ്കിൽ ദിവസവും പോകാൻ പറ്റുമെങ്കിൽ പോകണം. അതായത് വെള്ളിയാഴ്ച ഭദ്രകാളി ക്ഷേത്രത്തിൽ, ചൊവ്വാഴ്ച ഭദ്രകാളി ക്ഷേത്രത്തിൽ, ശനിയാഴ്ച ശിവക്ഷേത്രത്തിൽ, തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിൽ മതി. പിന്നെ ഞായറാഴ്ച ശിവക്ഷേത്രത്തിലും ഭദ്രകാളി ക്ഷേത്രത്തിലും പോകാം മതി. ഇനി അല്ല നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ദിവസങ്ങളിൽ പോവുക. ഇനി വൈകുന്നേരം പറ്റുമെങ്കിൽ വൈകുന്നേരം പോവുക. കൂടുതൽ സാധിക്കുന്ന രീതിയിൽ പോവുക. അവിടത്തേക്ക് സാധിക്കുന്ന വഴിപാടുകൾ സന്തോഷത്തോടെ ചെയ്യുക. അവിടെ ചേരുന്ന് പ്രാർത്ഥിക്കുക. അവിടുത്തെ ഏതെങ്കിലും സേവനങ്ങളിൽ പങ്കെടുക്കുക. ചില ക്ഷേത്രങ്ങളിൽ പുഴുക്കും കഞ്ഞിയൊക്കെ ഉണ്ടാക്കുന്ന പരിപാടിയുണ്ട്. അതിലൊക്കെ അങ്ങ് ഇടിച്ചു കയറി നിങ്ങളൂടെ അവിടെ ഒന്ന് അതിൻ്റെ പാർട്ടിസിപ്പൻ്റ് ആകുക. ഒന്നുകിൽ അതിന് സംഭാവന കൊടുക്കുക, അതിൻ്റെ കൂടെ ഒരുക്കാൻ കൂടുക, കറിക്കത്തിയൊക്കെ മേടിച്ചങ്ങ് അരിയുക, ഒന്നും നോക്കണ്ട. അങ്ങനെ നിങ്ങൾ അതിൻ്റെ ഭാഗമാകുക. അപാരമായിട്ടൊരു ഞാൻ പറഞ്ഞത് വലിയൊരു കാര്യമാണ് കേട്ടോ. വലിയ അനുഗ്രഹങ്ങളുണ്ടാകും. ഒരിക്കലും ഒരു ദോഷങ്ങളും നിങ്ങളെ ബാധിക്കത്തില്ല. നിങ്ങൾക്ക് മാത്രമല്ല, ഈ മാസങ്ങളിൽ ജനിക്കുന്നവർക്ക് ഈശ്വരൻ്റെ അപാരമായ ഒരു അനുഗ്രഹമുള്ളവരും ആണ്. മാത്രമല്ല ആ ഈശ്വരനെ അറിയാനൊരു യോഗമുള്ളവരുമാണ്. അവർക്ക് ആത്മീയമായിട്ട് വളരെ ഒരു അനുഗ്രഹങ്ങൾ ഈ വിധം കാര്യങ്ങൾ ചെയ്താൽ കിട്ടും. ഇവർ പലപ്പോഴും സത്യത്തെ അന്വേഷിക്കുന്നവരാണ്. ഇവർ ഈ വേഷഭൂഷാദികളിലോ ഒന്നുമല്ല. ഇവർ ശരിക്കുമുള്ള ഈ ആത്മീയത അന്വേഷിക്കുന്നവരാണ്. ഞാൻ പല സമാധി സ്ഥലങ്ങളിലും പോകുമ്പോൾ അവിടെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഈ മാസങ്ങളിൽ ജനിച്ചവരെ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ നിസ്വാർത്ഥമായിട്ടാണ്. പക്ഷെ അവരൊക്കെ വലിയ സമ്പന്നന്മാരുമാണ്. താഴെക്കടയിൽ നിന്ന് സമ്പന്നന്മാരായവരാണ്. സ്വന്തമായ തൊഴിലിലേക്ക് വന്നവരാണ്. ആദ്യമൊക്കെ വളരെ അധപ്പതനത്തിൽ കഴിഞ്ഞവരാണ്. അപ്പം നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ളൊരു വഴി പറഞ്ഞാവുന്നതാണ്. അപ്പം ഇതിനൊന്നും ഈ ശങ്കിച്ചു നിൽക്കേണ്ട. ഇപ്പം നിങ്ങളൊരു ശിവക്ഷേത്രത്തിൽ ചെല്ലുന്നു, അവിടെ ഒരു പ്രവർത്തനം നടക്കുന്നു, അവിടെ വൃത്തിയാക്കുന്നു, അല്ലെങ്കിൽ അവിടെ ഒരു അന്നദാനം നടക്കുന്നു. ഇതിനൊന്നും ശങ്കിച്ചു നിൽക്കണം. നിങ്ങൾ അതിലോട്ടങ്ങ് കയറുക, നിങ്ങളതിൻ്റെ ഭാഗമാകുക. നിങ്ങളെക്കൊണ്ട് കഴിയുന്നത്. ഇനിയിപ്പം ശിവക്ഷേത്രത്തിലായിക്കോട്ടെ, ഭദ്രകാളി ക്ഷേത്രത്തിലായിക്കോട്ടെ, അവിടെ ഈ സപ്താഹം നടക്കുന്നു, അതിലൊക്കെ അങ്ങ് പങ്കെടുക്കുക. നിങ്ങൾ അതുപോലെ പങ്കെടുക്കുക എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ആ ഭഗവാനെ എന്നുള്ള ചിന്തയിലായിരിക്കണം. പറഞ്ഞു മനസ്സിലായി. ഭഗവാനെ വേണം ഭഗവാനായിട്ട് കാണാൻ. അല്ലാതെ ഇവം മറ്റ് ഒരു 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 ഭഗവാനെ എന്നുള്ള ചിന്തയായിരിക്കണം എപ്പോഴും ഉണ്ടാകേണ്ടത് കേട്ടോ. അല്ലാതെ ഇപ്പം ഒരു സപ്താഹമാണെങ്കിൽ പോലും അവിടെ പല പല ആളുകൾ വരുന്നതാണ്, പല അഭിപ്രായങ്ങളൊക്കെ പറയും. പക്ഷെ നിങ്ങൾ ആ ഭഗവാന് സമർപ്പിച്ച് ഭഗവാനെ എന്നുള്ള ചിന്തയിൽ ഭഗവാനോടായിരിക്കണം നിങ്ങളുടെ വിധേയത്വം. അങ്ങനെ ആകുമ്പോഴാണ് അത് അനുഗ്രഹം കിട്ടുന്നത്. അപ്പോൾ അതുപോലെ ചില ശിവക്ഷേത്രങ്ങളിൽ ശനിയാഴ്ച പുഴുക്കും കഞ്ഞിയും, ചില ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ വെള്ളിയാഴ്ച ചില കാര്യങ്ങളൊക്കെ ക്ഷേത്രത്തിൽ വിശേഷമായിട്ട്, അതുപോലെ പുരാണങ്ങൾ അല്ലെ ദേവി ഭാഗവതമോ ഒക്കെ, അല്ലെങ്കിൽ ഭാഗവതമോ അല്ലെങ്കിൽ ഒക്കെ അങ്ങനെയൊക്കെ പാരായണം ചെയ്യുന്ന പുണ്യഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്നതൊക്കെയാണ്. അതിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പാരായണം ചെയ്യുക. അല്ലെങ്കിൽ മറ്റു സന്നദ്ധ പ്രവർത്തനങ്ങളിൽ അവിടെ ത്തേക്ക് വൃത്തിയാക്കുക, അല്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കെടുക്കാൻ ശ്രമിക്കുക. നിങ്ങളെക്കൊണ്ടാവുന്ന പോലെ കേട്ടോ. ആകാവുന്ന ചെയ്താൽ മതി. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ. പിന്നെ അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ ഹെൽപ്പ് ചെയ്യുക. അതൊക്കെ വലിയ മാറ്റം ഉണ്ടാകും കേട്ടോ. കാരണം ചെറിയ രഹസ്യങ്ങളാണത്. നിങ്ങൾ വിചാരിക്കുന്നതൊക്കെ ചെറിയ കാര്യങ്ങളാണ്. നിങ്ങളുടെ എല്ലാ ദുരിതങ്ങളും മാറി നിൽക്കും. പറഞ്ഞാൽ മനസ്സിലാവും. എല്ലാ ദുരിതങ്ങളും മാറി നിൽക്കും. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല അത്. എല്ലാ ദുരിതങ്ങളും അങ്ങോട്ട് മാറി നിൽക്കും. നിങ്ങൾ ആരോഗ്യവാനായിരിക്കും, നിങ്ങൾ സന്തോഷവാനായിരിക്കും, സമ്പന്നനായിരിക്കും, മനസ്സുകൊണ്ട് സന്തോഷവാനായിരിക്കും. മറ്റുള്ള ദുരിതങ്ങളൊക്കെ അങ്ങ് മാറി നിൽക്കും ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പോൾ ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക, അല്ലെങ്കിൽ തള്ളിക്കളയുക. അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. എൻ്റെ അഭിപ്രായങ്ങളും അനുഭവങ്ങളുമാണ് പറഞ്ഞത്. ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക, അല്ലെങ്കിൽ തള്ളിക്കളയുക. എനിക്ക് ബോധ്യമായ കാര്യങ്ങളും എൻ്റെ അഭിപ്രായങ്ങളും പറഞ്ഞത്. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോം.